സ്നേഹ സൗഹൃദങ്ങളെ, പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് മൂവാറ്റുപുഴ മിനി സിവിൽ സ്റ്റേഷൻ. മൂവാറ്റുപുഴ പ്രദേശത്തിൻ്റെ ഹൃദയഭാഗം. മൂവാറ്റുപുഴ ഭരിക്കുന്നത് ഇവിടെ നിന്നാണ്. മൂവാറ്റുപുഴയുടെ എല്ലാ സർക്കാർ ഓഫീസുകളും ഈ സിവിൽ സ്റ്റേഷനിൽ നിലനിന്നു പോരുന്നു. ഈ കാണുന്നത് RDO ഓഫീസ് ഉൾപ്പെടെ എല്ലാം ഈ കോമ്പൗണ്ടിനുള്ളിലാണ്. എന്താണ് ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണമെന്നല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുക. മൂവാറ്റുപുഴ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് വാഴപ്പള്ളി. വാഴപ്പള്ളിയിൽ നിന്നാണ് സിവിൽ സ്റ്റേഷനിലേക്കും അതുപോലെ ടൗണിലേക്കും പോകുന്നത്. ഈ കാണുന്ന പാത ദേശീയ പാതയാണ്. സംസ്ഥാനത്തിൻ്റെ തെക്ക് വടക്കുള്ള ദേശീയ പാതയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ ജംഗ്ഷനാണ് വെള്ളൂർകുന്നം സിഗ്നൽ ജംഗ്ഷൻ. വെള്ളൂർകുന്നം സിഗ്നൽ ജംഗ്ഷനിൽ കാണിച്ചിരിക്കുന്ന ഒരു അഭ്യാസത്തെക്കുറിച്ച് പറയാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ കാണുന്ന ഒരു രാജഗിരി ഹോസ്പിറ്റലിൻ്റെ പരസ്യ ബോർഡുകളാണ്. എന്നാൽ ഇവിടെ മൂവാറ്റുപുഴയുടെ പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ ജംഗ്ഷനാണ് വെള്ളൂർകുന്നം. ഇവിടെ നിന്നാണ് കോട്ടയത്തേക്കും അതുപോലെ വടക്കോട്ടും അതുപോലെ എറണാകുളത്തേക്കും വാഹനങ്ങൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട തിരിവുള്ള ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഒരു സിഗ്നൽ ലൈറ്റ് മാത്രമല്ലാതെ ഒരു വഴി ചൂണ്ടി അവിടെ ഇത് എങ്ങോട്ടുള്ള സ്ഥലമാണെന്ന് ഈ പരസ്യം ചെയ്ത ആ ആശുപത്രിക്കാരെ കൊണ്ടെങ്കിലും ഒരു ചോക്ക് കൊണ്ടെങ്കിലും ഒന്ന് എഴുതി വച്ചിരുന്നെങ്കിൽ എന്ത് അന്തസ്സായേനെ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇത് കാണുന്ന നിങ്ങൾ പ്രതികരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരമൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, എല്ലായിടത്തും ഭീമാകാരനായ വലിയ വലിയ ബോർഡുകൾ വച്ചിട്ടുണ്ട്. അവിടെയെല്ലാം രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ബാനറും കമാനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ അവധിയില്ല എന്ന് ഇവിടെ എഴുതി വച്ചിട്ട് എന്ത് കാര്യം? നമ്മൾ നോക്കുക, സിഗ്നൽ ലൈറ്റിൻ്റെ ബോർഡുകളിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. എല്ലാവരും വാഹനങ്ങൾ നിർത്തി എറണാകുളത്തേക്കുള്ള വഴി ഏതാണ്, കോട്ടയത്തേക്കുള്ള വഴി ഏതാണ് എന്ന് ഇങ്ങനെ മാറി മാറി ചോദിക്കുകയാണ്. എന്ത് ആഭാസമാണ്, എന്ത് തോന്നിയാസമാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുക. ഞാൻ എൻ്റേതായ തരത്തിൽ ഞാനും പ്രതികരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കാണുക, ഈ കാണുന്നത് ശുദ്ധ അസംബന്ധമല്ലേ ഈ കാണിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. രാജഗിരി ഹോസ്പിറ്റൽ ഇവിടുന്ന് 40 കിലോമീറ്റർ ദൂരെയാണെന്ന് നാം ഓർക്കുക. എറണാകുളത്തേക്ക് തിരിയേണ്ട ജംഗ്ഷനാണിത്. എല്ലാവരും വഴി ചോദിച്ച് വഴി തെറ്റി എല്ലാവരും ടേൺ എടുക്കാൻ പോലും സ്ഥലമില്ലാത്ത തിക്കും തിരക്കുമുള്ള ഏരിയയാണ് മൂവാറ്റുപുഴ. ഒന്ന് നടുറോട്ടിൽ നിന്ന് ഒരാൾ അറിയാതെ തുമ്മിപ്പോയാൽ അവിടെ ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥയാണ് എറണാകുളം ഈ സിഗ്നൽ ജംഗ്ഷൻ, ഈ വെള്ളൂർകുന്നം ജംഗ്ഷൻ. നോക്കൂ, എല്ലാ പോസ്റ്റിലും ഇത് ഇത്തരത്തിൽ അവധിയില്ല രാജഗിരി ഹോസ്പിറ്റലിൻ്റെ വലിയ ഭീമാകാരമായ ബോർഡുകൾ കാണൂ. എന്താണ് ഇത്? ആരോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? നമ്മൾക്ക് പ്രതികരിക്കണ്ടേ? നമ്മളൊന്ന് ചോദിക്കണ്ടേ? മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലൊക്കെ മാറി മാറി എല്ലാ രാഷ്ട്രീയക്കാരും ഭരിക്കുന്നു. ആര് ഭരിച്ചാൽ എന്താ എന്ന് ജനങ്ങൾ ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം? അതിൽ അർത്ഥമില്ലേ എന്ന് തോന്നിപ്പോകുന്നു. ഇത്തരത്തിൽ തോന്നിയാവസം കാണിച്ചു വയ്ക്കാമോ? നമ്മൾ പ്രതികരിക്കണ്ടേ? നിങ്ങൾ ദയവ് ചെയ്ത് കമൻ്റ് ഇടുക, പ്രതികരിക്കുക എന്നാണ് എനിക്കിതിലൂടെ പറയുവാനുള്ളത്. അതുപോലെ ഇത് കാണുന്നത് മൂവാറ്റുപുഴ പാലം. മൂവാറ്റുപുഴ ജില്ല വേണമെന്ന് നമ്മൾ ആക്രോശിക്കുകയാണ്. അപ്പോഴാണ് ഈ മൂവാറ്റുപുഴ രണ്ടായി ഒരു പാലം കൊണ്ട് വിഭജിക്കുന്നത്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് പോകുന്ന ദേശീയ പാതയാണെന്ന് ഓർക്കണം. ഈ ഒരു പാലം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മൂവാറ്റുപുഴയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. തന്നെയുമല്ല, ഒരാൾ ആക്സിഡൻറ്റിലോ അറ്റാക്കോ വന്ന് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ അയാൾ മരിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല. കാരണം രാവിലെയും വൈകിട്ടും ഇവിടെ ക്രമാതീതമായ ബ്ലോക്കാണ്. മൂവാറ്റുപുഴക്കാർക്കും ഇതിലൂടെ പോകുന്ന എല്ലാവർക്കും ഇത് സുപരിചിതമാണ്. ഇതിനും ഒരു തീരുമാനം വേണ്ടേ? നമ്മൾ പ്രതികരിക്കണ്ടേ? നിങ്ങൾ പ്രതികരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഇത് വ്യക്തിവിരോധം കൊണ്ടോ അല്ലെങ്കിൽ വിദ്വേഷം കൊണ്ടോ അല്ല. മൂവാറ്റുപുഴക്കാരനായ ഞാൻ തന്നെയാണ്, ഞാനും മൂവാറ്റുപുഴക്കാരനാണ്. അതിനാൽ നമ്മൾ പ്രതികരിക്കുക. ഈ പാലവും അതുപോലെ തന്നെ ഈ പറഞ്ഞ സിഗ്നലിൽ ജംഗ്ഷനിലും ഉത്തരവാദിത്തമില്ലായ്മയും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും സന്തോഷവും നന്മയും നേരുന്നു. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ.